ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ് ഉദ്ദേശിക്കപ്പെട്ട വീടുണ്ടാകുക എന്നുള്ളത്. അതല്ലെങ്കിൽ വീട് പണി തുടങ്ങിയത് പെട്ടെന്ന് പൂർത്തിയാവുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് വീടുണ്ടാകാൻ, അതല്ലെങ്കിൽ വീട് പണി പൂർത്തിയാകാനുള്ള ചില ഇസ്മുകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ ഒരാൾ വീട് പണി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 10 കാര്യങ്ങളും ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹജാതിനാ യാ ഖാലിയൽ ഹജാത്ത്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന കരളിന്റെ കഷ്ടങ്ങളായ മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകട്ടെ. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ലോകത്തുള്ള ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ് ഉദ്ദേശിക്കപ്പെട്ട വീടുണ്ടാകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാൻ, വീടില്ലാത്തവർക്ക് വീടുണ്ടാകാൻ നാം ചൊല്ലേണ്ട അത്ഭുതകരമായ 3 ഇസ്മുകളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ നാം വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനും കേൾക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ് വീടുണ്ടാകുക എന്നുള്ളത്. വീടിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം റസൂലുള്ളാഹി പറഞ്ഞു, ഖൽബൻ ഷാക്കിറ, അല്ലാഹുവിന് നന്ദി ചെയ്യാനുള്ള മനസ്സ്. നമ്മൾക്ക് ഈ ലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുന്നുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനുള്ള ഒരു മനസ്സ് ഒരാൾക്ക് വേണം. രണ്ടാമത്തെ കാര്യം ക്ഷമയുള്ള ശരീരമാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനും ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനും മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ക്ഷമയുള്ള ശരീരം ഒരു മനുഷ്യന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ മൂന്നാമത്തെ കാര്യം സൗജത്തൻ സ്വാലിഹ, സ്വാലിഹായ ഭാര്യയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭാര്യയുടെ സ്വഭാവം മോശമാണെങ്കിൽ ആ വീട്ടിലുള്ള സമാധാനങ്ങളും സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പൊ ഒരു മനുഷ്യൻ ആവശ്യം സ്വാലിഹായ സമാധാനം നൽകുന്ന ഭാര്യയാണ്. അതുപോലെ നാലാമത്തെ കാര്യം ദാറൻ ഖസ്ത, നമ്മളൊക്കെ ഉദ്ദേശിക്കപ്പെട്ടതുപോലെയുള്ള വീടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീടില്ലാത്തവർക്ക് ഉദ്ദേശിക്കപ്പെട്ട വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, വീടെന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസത്തിനോ 2 ദിവസത്തിനോ 3 ദിവസത്തിനോ വേണ്ടി ഉണ്ടാക്കുന്നതല്ല. മരിക്കുന്നത് വരെ, ഖിയാമത്ത് നാൾ വരെ നമ്മളെ മക്കളോടൊത്ത് നമ്മളെ കുടുംബത്തിനോടൊത്ത് സന്തോഷത്തോടുകൂടെ ജീവിക്കണമെന്ന നിലക്കാണ് ലക്ഷങ്ങൾ മുടക്കി 10,000 മുടക്കി നമ്മൾ വീട് നിർമ്മിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 10 കാര്യങ്ങളാണ്. 10 കാര്യങ്ങൾ മാത്രമല്ല, 10ൽ കൂടുതൽ കാര്യങ്ങൾ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ 10ൽ കൂടുതലുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ 10 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നല്ലൊരു വീടുണ്ടാകാൻ, വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാനുള്ള 3 ഇസ്മുകൾ നമുക്ക് പരിചയപ്പെടാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നാം വീട് നിർമ്മിക്കുന്ന സമയത്ത് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് പ്ലേസ് നോക്കണം. നാം വീടുണ്ടാക്കുന്ന സ്ഥലം കൃത്യമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ചില സ്ഥലങ്ങള് വാസയോഗ്യമല്ല. അവിടെ നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ, അവിടെ വീടുണ്ടാക്കി താമസിച്ചു കഴിഞ്ഞാൽ സമാധാനങ്ങൾ നഷ്ടപ്പെടും, വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ എപ്പോഴും രോഗമായിരിക്കും, എപ്പോഴും ടെൻഷൻ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം വീട് നിർമ്മിക്കുമ്പോൾ ആ സ്ഥലം ഒന്ന് പോയി നോക്കണം. വലിയ വലിയ ഉസ്താദുമാരെ കൊണ്ടുപോയി, മഹാന്മാരെ കൊണ്ടുപോയി ആ സ്ഥലം ഒന്ന് പരിശോധിക്കണം. ചില സ്ഥലങ്ങളിൽ പിശാച് കുടിയിരിക്കുന്നുണ്ടാകും. അങ്ങനെ
പിശാച് കുടിയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മളെ സർവ്വ സമാധാനവും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പ്ലേസ് നോക്കുക, സ്ഥലം നോക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീട് നിർമ്മിക്കുമ്പോൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ദിവസം നോക്കുക. ഏതെങ്കിലും ദിവസം കൊണ്ടുപോയി വീട് നിർമ്മിക്കരുത്. നല്ല ദിവസം നമ്മൾ തിരഞ്ഞെടുക്കണം. പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് പോയി നല്ല ദിവസങ്ങൾ നമ്മൾ ചോദിച്ചറിയണം. വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ വീട് നിർമ്മിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നും നോക്കണ്ട, അത് ഹബീബിന്റെ മാസമാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. ഇങ്ങനെയുള്ള നല്ല ദിവസങ്ങളും മാസങ്ങളും തിരഞ്ഞെടുക്കുക. വെള്ളിയാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസമൊക്കെ നല്ല ദിവസങ്ങളാണ്. അപ്പൊ വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം നല്ല ദിവസം തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്നത്തെ ദിവസം സൂറത്തുൽ അൻആം പാരായണം ചെയ്യുക. സൂറത്തുൽ അൻആം വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ നമ്മളെ ടെൻഷനാക്കുന്ന, മൂന്ന് കാര്യങ്ങൾ നമ്മളെ ടെൻഷനാക്കിക്കൊണ്ടിരിക്കും. ഒന്നാമത് വാഹനമാണ്. ഒരാൾക്ക് വാഹനമില്ലെങ്കിൽ വല്ലാത്ത ടെൻഷനായിരിക്കും, സമാധാനമൊക്കെ നഷ്ടപ്പെടും. രാവിലെ എണീക്കണം, ജോലിക്ക് പോകണം, ബസ് കാത്തിക്കണം, അതൊരു പ്രയാസമാണ്. നമ്മളെ കയ്യിൽ ഒരു ബൈക്കോ ഒരു കാറോ ഉണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചു പോയാൽ മതി, ഒരാളെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വാഹനം ഇല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ വിവാഹം, ദാമ്പത്യ ജീവിതം അതെങ്ങനെയാണ് അവസാനിക്കുക, എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല. അപ്പൊ വിവാഹ ജീവിതം എന്ന് പറയുന്നത് വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് വീടെന്ന് പറയുന്നത്. വീടില്ലെങ്കിൽ ടെൻഷനാണ്. വാടക വീട്ടിൽ എത്ര കാലം നമ്മൾ കഴിയും, എത്ര കാലം നമ്മൾ വാടക കൊടുക്കും? മക്കൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ, തന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഭാര്യക്കൊക്കെ സമാധാനത്തോടെ ജീവിക്കാൻ ഒരു വീടില്ലെങ്കിൽ വലിയ ടെൻഷനായിരിക്കും. അതുകൊണ്ട് തന്നെ വീട് നിർമ്മിക്കുന്നതിന്റെ തുടക്ക ദിവസത്തിൽ, വാഹനം വാങ്ങുന്ന അന്ന്, അതുപോലെ തന്നെ വിവാഹ ദിവസത്തിന്റെ അന്ന് സൂറത്തുൽ അൻആം നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഉണ്ടാവൂല. ആ വീട്ടിൽ താമസിക്കുമ്പോൾ സമാധാനം ഉണ്ടാകും, ദാമ്പത്യ ജീവിതത്തില് ബറക്കത്ത് ഉണ്ടാകും. ആ വാഹനം ഓടിച്ചു പോകുമ്പോൾ അവിടെ റാഹത്ത് ഉണ്ടാകും. അപ്പൊ അന്നത്തെ ദിവസം, വാഹനം വാങ്ങാൻ പോകുന്ന ദിവസം സൂറത്തുൽ അൻആം ഓതുക. വീട് കുറ്റിയെടുക്കുന്ന അന്ന് സൂറത്തുൽ അൻആം ഓതുക. നിക്കാഹിന്റെ ദിവസത്തിന്റെ അന്ന് സൂറത്തുൽ അൻആം ഓതുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നല്ല ആളെ കൊണ്ട് കുറ്റിയടിക്കുക. ചില ആളുകൾ ആശാരിമാരെ വിളിച്ച് കുറ്റിയടിക്കലുണ്ട്. ആശാരിമാര് മോശമാണ് എന്നല്ല, നമ്മൾക്കൊരു വിശ്വാസവും നമ്മൾക്കൊരു ആചാരമൊക്കെ ഉണ്ടല്ലോ. ആ നിലക്ക് നമ്മളിൽപ്പെട്ട വലിയ വലിയ ഉസ്താദുമാരെയും തങ്ങന്മാരൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കുറ്റിയടിക്കാൻ ശ്രമിക്കുക. ചില ആളുകൾ ചെയ്യുന്ന വലിയൊരു അബദ്ധമുണ്ട്. നമ്മളെ നാട്ടിലെ ഖത്തീബ് ഉസ്താദിനെ ഒഴിവാക്കിയിട്ട് വലിയ തങ്ങന്മാരെയും സയ്യിദന്മാരൊക്കെ കൊടുത്തിട്ട് കുറ്റിയടിക്കും. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരിക്കലും നിങ്ങൾ കുറ്റിയടിക്കരുത്. നിങ്ങളെ നാട്ടിലെ ഖത്തീബ് ഉണ്ടെങ്കിൽ, നിങ്ങളെ നാട്ടിലെ പള്ളിയിലെ ഉസ്താദ് ഉണ്ടെങ്കിൽ ആ ഉസ്താദിനെ കഴിയുമെങ്കിൽ മദ്രസയിലെ ഉസ്താദുമാരെയും മുഅദ്ദിൻ ഉസ്താദുമാരെയൊക്കെ വിളിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കുറ്റിയടിക്കേണ്ടത്. നമ്മളെ നാട്ടിലെ ഉസ്താദുമാരൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ എവിടുന്നൊക്കെ കുറെ തങ്ങന്മാരെയും സയ്യിദന്മാരെയും മൗലവിമാരെയൊക്കെ കൊടുത്തിട്ട് ചില ആളുകൾ കുറ്റിയടിക്കാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മരിച്ചു കഴിഞ്ഞാൽ ഓടി വന്ന് നമ്മൾക്ക് ദ്വാരക്ക ആ നാട്ടിലുള്ള ആളുകളല്ല, നമ്മളെ നാട്ടിലുള്ള പള്ളിയിലെ ഉസ്താദും അതുപോലെ തന്നെ ഉസ്താദുമാരുമായിരിക്കും നമുക്ക് വേണ്ടി എന്നും ദുആ ചെയ്യുന്നത്. നമ്മളെ മഹല്ലിലുള്ള ആളുകൾക്ക് എന്നും ദുആ ചെയ്യുന്നത് അവരായിരിക്കും. അവരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ വേറെ ആളുകളെ കൊണ്ടുവന്നാൽ അവരെ മനസ്സ് വേദനിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല, റാഹത്തും ഉണ്ടാവില്ല, ബർക്കത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അറിയപ്പെടുന്ന മഹാന്മാരെയും സയ്യിദന്മാരെയും നിങ്ങളെ വീടിന്റെ കുറ്റിയടിക്കലിന് വിളിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ തറക്കല്ലിടുന്ന സമയത്ത് വിളിക്കുന്ന സമയത്ത് നിങ്ങളെ പള്ളിയിലെ ഉസ്താദിനെ വിളിക്കുക. നിങ്ങളെ മദ്രസയിലെ ഉസ്താദുമാരെയും കഴിയുമെങ്കിൽ മുക്രി ഉസ്താദിനെയൊക്കെ വിളിച്ചുകൊണ്ടായിരിക്കണം അന്നത്തെ ദിവസത്തെ പരിപാടി നടത്തേണ്ടത്. ആകയാൽ ആത്മീയത അവിടെ നിറഞ്ഞു തുളുമ്പണം. കുറെ ആളുകളെ ഒഴിവാക്കുക, കുറെ ആളുകളെ വിളിക്കുക. നമ്മളെ നാട്ടിലെ നമുക്ക് വേണ്ടി തോർക്കുന്ന ആളുകളൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ ആളുകളെ കൊടുത്തിട്ട് നമ്മൾ കുറ്റടിച്ചു കഴിഞ്ഞാൽ അവരെ മനസ്സിന് ചെറിയൊരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ താമസിക്കുന്നതിന് യാതൊരു അർത്ഥം ഉണ്ടാവില്ല. വീട്ടിലെ സമാധാനങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ വീട് നിർമ്മിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദുആ ചെയ്യുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ദുആ അലർജിയാണ്. ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദുആക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും. അതുപോലെ തന്നെ കുറ്റിയടിക്കുമ്പോ വേഗം കൊടുത്തിട്ട് കല്ലോട് ഇങ്ങനെ അടിക്കല്ല, ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലാതെ ഒരു കാര്യം തുടങ്ങി കഴിഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവൂല. ബർക്കത്ത് ബിസ്മി ചൊല്ലാത്ത ഏത് കാര്യമുണ്ടോ അവിടെ ഒന്നും ബർക്കത്ത് ഉണ്ടാവൂല, ആ കാര്യത്തിൽ ഒന്നും ബർക്കത്ത് ഉണ്ടാവൂല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ
പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട് നിർമ്മിക്കുന്നതിന്റെ അന്ന് സ്വതക്ക കൊടുക്കുക. 1 രൂപയെങ്കിലും സ്വതക്ക കൊടുക്കുക. സ്വതക്ക കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ ബർക്കത്തുണ്ടാകും. അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന സർവ്വകാര്യങ്ങളിലും റാഹത്തും സമാധാനവും ഉണ്ടാകും എന്നുള്ളതാണ്. 8ാമത് ശ്രദ്ധിക്കേണ്ടത് കിണറിന്റെ സ്ഥാനം നമ്മൾ കൃത്യമായി നോക്കണം. ഒരു വീട്ടിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളം എന്ന് പറയുന്നത്. ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ വെള്ളം വേണം, ഒളു ഉണ്ടാക്കണമെങ്കിൽ വെള്ളം വേണം, ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ വെള്ളം വേണം. അപ്പൊ ഒരു വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കിണർ എന്ന് പറയുന്നത്. അതുകൊണ്ട് കിണറിന്റെ സ്ഥാനം കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് വീടിന്റെ അടുപ്പ് എന്ന് പറയുന്നത്. അടുപ്പില്ലാതെ ആ വീട്ടിൽ എങ്ങനെ താമസിക്കുക? ഭക്ഷണം ഉണ്ടാക്കണ്ടേ? ഭക്ഷണം ഉണ്ടാക്കിയല്ലേ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുള്ളൂ, മക്കളെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ, ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ വീടിൽ അടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുപ്പ് എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ വീട്ടിലെ സമാധാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും, അസുഖങ്ങൾ വർദ്ധിക്കും, ആ വീട് വിറ്റ് പോകേണ്ടി വരും. അതുകൊണ്ട് ഈ നമ്മൾ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ കിണറും അതുപോലെ തന്നെ അടുപ്പിന്റെ സ്ഥാനവും അതുപോലെ തന്നെ ബാത്റൂമിന്റെ സ്ഥാനമൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ പറയും, എന്തിനാ ഇപ്പൊ സ്ഥാനം നോക്കുന്നത്? കിണറിന്റെ സ്ഥാനമൊക്കെ നോക്കണോ? അള്ളാന്റെ ഭൂമിയല്ലേ അവിടെ കുഴിച്ചാ പോരെ? അടുപ്പിന്റെ സ്ഥാനം നോക്കണോ? അള്ളാന്റെ ഭൂമിയല്ലേ അവിടെ കുഴിച്ചാ പോരെ? ബാത്റൂമിന്റെ സ്ഥാനല്ലേ അവിടെ കുഴിച്ചാ പോരെ? പറ്റൂല. സ്ഥാനം കൃത്യമായി നമ്മൾ നോക്കണം. ചില സ്ഥലങ്ങൾക്ക് പറ്റത്തില്ല. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തിനാ അവർ ഇത് എതിർക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ നമുക്കൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെ അത്രയ്ക്ക് ഈമാനെയും പിന്നെ അതൊന്നും കുഴപ്പമില്ല. ഉമർ റളിയല്ലാഹുവിനെ കാണുമ്പോൾ ശൈത്താൻ ഓടിപ്പോകുന്നതാണ്. നമ്മളെ കാണുമ്പോൾ ശൈത്താൻ എങ്ങോട്ട് വരിക എന്നല്ലാതെ എങ്ങനെ ഓടിപ്പോകുക? എന്റെ പ്രിയമുള്ളവർ, ചില സ്ഥലങ്ങളിൽ ശൈത്താൻ കൂടിയിരിക്കുന്ന സ്ഥലമായിരിക്കും. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ വീടുണ്ടാക്കിയാല്, അവിടെയൊക്കെ പോയി നമ്മൾ അടുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ യാതൊരു ബർക്കത്തും ഉണ്ടാവൂല. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ശൈത്താന്റെ ശർറ് നമുക്ക് ഉണ്ടാകും. എപ്പോഴും അസുഖമായിരിക്കും, ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും ചണ്ടയായിരിക്കും, തല്ലൂടും, മക്കളുടെ സ്വഭാവങ്ങളൊക്കെ മോശമായി പോകും. അടുപ്പിന്റെയും കിണറിന്റെ ഒക്കെ സ്ഥാനം മാറിപ്പോയാൽ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ 10 കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് വീട് പെട്ടെന്നുണ്ടാകാൻ, വീടെന്ന ആഗ്രഹം പൂവണിയാൻ, അതല്ലെങ്കിൽ വീട് പണി തുടങ്ങിയത് പെട്ടെന്ന് പൂർത്തിയാകാൻ അസ്മാഉൽ ഹുസൈനെ 3 ഇസ്മുകൾ നമ്മൾ ചെല്ലേണ്ടതുണ്ട്. 1ാമത്തെ ഇസ്മ യാ ജാമിഉ യാ അല്ലാഹ്. ഒന്ന് പറയൂ, യാ ജാമിഉ യാ അല്ലാഹ്. എന്താണ് അതിന്റെ അർത്ഥം? സർവ നന്മയെയും സർവ കാര്യങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന അല്ലാഹ്. ഇത് സുബഹി നിസ്കാരത്തിന്റെ ശേഷം 114 പ്രാവശ്യമാണ് നമ്മൾ ചെല്ലേണ്ടത്. ഏതാണ്? യാ ജാമിഉ യാ അല്ലാഹ് 114 പ്രാവശ്യം. അതുപോലെ തന്നെ യാ ഫത്താഹു യാ അല്ലാഹ്, എവിടെയും വിജയം നൽകുന്നവനായ അല്ലാഹ്, ഒരിക്കലും നമുക്ക് പരാജയം ഉണ്ടാകൂല. യാ ഫത്താഹു യാ അല്ലാഹ് 71 പ്രാവശ്യം വലത് കൈ നെഞ്ഞത്ത് വെച്ച് സുബഹി നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ചൊല്ലണം. യാ ഫത്താഹു യാ അല്ലാഹ് 71 വട്ടം. അതുപോലെ തന്നെ യാ മാലിക്കൽ മുൽക്ക്, യാ മാലിക്കൽ മുൽക്ക്, രാജാതിരാജനായ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ്. എല്ലാ ഇസ്മിന്റെ കൂടെ നിങ്ങൾ യാ അല്ലാഹ് കൂട്ടി കൊടുത്തോളും. യാ അല്ലാഹ് ഇസ്മുൽ ആളമാണെന്ന് പല മഹത്തുക്കളും രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ 3ാമത്തെ ഇസ്മേതാ യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ്. ഇത് 212 പ്രാവശ്യമാണ്. ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട 3 ഇസ്മുകൾ തുടർച്ചയായി സുബഹി നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ വീടെന്ന് പറയുന്ന ആഗ്രഹം അല്ലാഹു സഫലീകരിച്ചു നൽകും. വീട് പണി തുടങ്ങിയത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരും. ഒന്നുകൂടെ ഞാൻ പറയാം. യാ ജാമിഉ യാ അല്ലാഹ് 114 പ്രാവശ്യം. യാ ഫത്താഹു യാ അല്ലാഹ് സുബഹി നിസ്കാരത്തിന്റെ ശേഷം വലത് കൈ നെഞ്ഞത്ത് വെച്ച് 71 പ്രാവശ്യം. യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് 212 പ്രാവശ്യം. ഇതൊക്കെ സുബഹി നിസ്കാരത്തിന്റെ ശേഷമാണ്. അപ്പൊ സുബഹി കൃത്യമായിട്ട് നിസ്കരിക്കുക. സുബഹിയെ കുറിച്ചൊക്കെ നമ്മളെ മജ്ലിസിൽ പലവട്ടം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിസ്കരിക്കാത്തവരെ കുറിച്ചും സുബഹി നിസ്കാരം ഒഴിവാക്കുന്നതിനെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നിസ്കരിച്ച് ഈ പറഞ്ഞ അമലുകളൊക്കെ ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ വീട്ടിൽ അല്ലാഹു സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, അവരെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരെ പ്രയാസങ്ങളൊക്കെ അകറ്റി കൊടുക്കണേ റഹ്മാനെ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ. വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ.
മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. മരുമക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കല്ല. അമ്മായിമ്മയുടെ അമ്മോശന്റെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റി കൊടുക്ക്. സന്തോഷമുള്ള ജീവിതം നൽകണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല. ഞങ്ങൾ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ല. പൈശാചികമായ സിഹർ കണ്ണേറുകളെ തൊട്ടൊക്കെ കാക്കണേ അല്ല. ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും റജിയാലെ തൗഫീഖ് നൽകണേ അല്ല. സ്വർഗ്ഗം നൽകണേ റഹ്മാനെ. ആക്കിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകല്ല. ഒരുപാട് രോഗികളുണ്ട്, പൂർണ്ണ ശിഫ നൽകണേ അല്ല. ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ല. ഞങ്ങളെ എല്ലാ മേഖലയിലും, കച്ചവടത്തിലും, ജോലിയിലും, ബിസിനസ്സിലൊക്കെ ബർക്കത്തും ഖൈറും നൽകണേ അല്ല. മക്കൾക്ക് പഠിച്ച ജോലി കൊടുക്കല്ല. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അർഹമായ ജോലി കൊടുക്കണല്ല. വീടും സ്ഥലവും വിറ്റുപോകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അവർക്ക് അതിനുള്ള ഭാഗ്യം നൽകണേ അല്ല. എത്രയും പെട്ടെന്ന് എല്ലാ സൗകര്യവും കൊടുക്കല്ല. ആരൊക്കെ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവരെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല. ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ല. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബക്കാര്, അയൽവാസികൾ, കൂട്ടുകാര്, വല്ലുപ്പ വല്ലുമ്മമാര്, ബന്ധപ്പെട്ട ആളുകളുണ്ട്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം തന്നവരുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.